ഹലോ, എല്ലാവർക്കും ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളിതേ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള പോക്കാണ് ട്ടോ നിങ്ങളീ കാണുന്നത്. എല്ലാ കൊല്ലവും ഞങ്ങൾ വീട്ടിനകത്ത് തന്നെയാണ് ട്ടോ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്നത്. ഞങ്ങൾ പുറത്തൊന്നും പോകാറില്ല. അറ്റ്ലീസ്റ്റ് ട്രീ കാണാൻ പോകുമെന്നല്ലാണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തൊന്നും പോകാറില്ല. പക്ഷെ ഇപ്രാവശ്യം കുട്ടികൾ വീട്ടിലിരുത്തണില്ല. എല്ലാവർക്കും വെളിയിൽ പോകണം. ഭയങ്കര വാശി പിടിച്ചു. അപ്പം ഞങ്ങൾ കരുതി പോയി കളയാമെന്ന്. അങ്ങനെ സമയം 10:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പയ്യെ പയ്യെ നടക്കാൻ തുടങ്ങി ട്ടോ. വഴിയിൽ നിറച്ചും ആൾക്കാരായിരുന്നു. അങ്ങനെ നമ്മളിതേ ട്രീയുടെ അടുത്തെത്തി ട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ട്രീയുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ കരുതി അവിടെ മൊത്തം മൂടൽമഞ്ഞായിരിക്കുമെന്ന്. പിന്നെയല്ലേ മനസ്സിലായത് അവിടെ പൊടിയായിരുന്നു. എല്ലാവരും ഡാൻസ് കളിച്ച് കളിച്ച് നല്ല പൊടിയായിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളങ്ങനെ പപ്പാന്നെ നേരിട്ട് കത്തിക്കണ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എപ്പോഴും ടി വി കൂടിയൊക്കെ കാണുള്ളൂ. കാരണം തിരക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ തോന്നാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം പപ്പാന്നെ കത്തിക്കണം നേരിട്ട് കാണണമെന്നും പറഞ്ഞ്. അവിടെ ചെന്നപ്പോൾ ആദ്യം അപ്പം ഡാൻസ് കളിച്ച് തുടങ്ങി. അങ്ങനെ കുട്ടികളുടെയും ഡാൻസ് കണ്ടപ്പോൾ ലാസ്റ്റ് എൻ്റെ കൺട്രോൾ പോയി. ഞാനും ഡാൻസ് കളിക്കാൻ തുടങ്ങി. സത്യത്തിൽ ഞങ്ങൾ അവിടെ വെച്ച് കുറേ പേരെ പരിചയപ്പെട്ടു. പക്ഷെ അവരാരും കൊച്ചിക്കാരല്ലായിരുന്നു. പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സന്തോഷം കൂടി. കാരണം നമ്മുടെ ട്രീ കാണാൻ അങ്ങ് ദൂരെ നിന്ന് ഒരേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരു കൊച്ചിക്കാരി എന്ന നിലയിൽ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. ചോട്ടാ മുംബൈയിൽ ലാലേട്ടൻ പറയണത് പോലെ നമ്മ കൊച്ചിക്കാരി എല്ലാ സങ്കടങ്ങളും മറക്കണ ഒരു ദിവസം അത് തന്നെയാട്ടാ 31st. അങ്ങനെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് ഇതേ പപ്പാൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. 12 മണിയാകാറായിട്ടുണ്ട്. അപ്പോൾ വിനയ് ഫോട്ടോ ആട്ടോ ഇപ്രാവശ്യം ഇവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം തന്നെ നമ്മുടെ വെളി തൂക്കി എന്ന് സത്യത്തിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.